നമസ്കാരം, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. എല്ലാവരും പ്രോഗ്രാമർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിംഗ് ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനോടനുബന്ധമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് സി പ്രോഗ്രാമിങ്ങിൻ്റെ പ്രീവിയസ് ഇയറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമുക്കിന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ. ആദ്യത്തെ ഫോർമാറ്റ് ഐഡൻറ്റിഫയർ %i ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ. ഫോർമാറ്റ് ഐഡൻറ്റിഫയർ %i എവിടെയാണ് ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്? ഇൻറ്റിജറിന് വേണ്ടിയാണോ, ക്യാരക്ടറിന് വേണ്ടിയാണോ, ഫ്ലോട്ടിന്? അപ്പോൾ നമുക്ക് ഫോർമാറ്റ് ഐഡൻറ്റിഫയേഴ്സൊക്കെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ നമ്മൾ സാധാരണ %d ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇൻറ്റിജറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് %i നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻറ്റിജറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇൻറ്റിജറിന് വേണ്ടി നമുക്ക് %i യൂസ് ചെയ്യാം, ഫോർമാറ്റ് സ്പെസിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ആൻസർ ബി ആണ്, ഇൻറ്റ്. അറേസ് ഡാഷ് ഡാറ്റ ടൈപ്പ് ഇൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണോ, പ്രിമിറ്റീവ് ആണോ, കസ്റ്റം ആണോ, നോൺ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് അല്ലേ? അറേസ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റേഴ്സ് ടേക്ക് ഓൺലി ഇൻറ്റിജർ ഓപ്പറാൻഡ്? ഇൻറ്റിജർ ഓപ്പറാൻഡുകൾ മാത്രം ഉപയോഗിക്കുന്നത്. ഓപ്പറാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു എക്സ്പ്രഷനകത്ത് വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ A+B എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്ലസിനെയാണ് ഓപ്പറേറ്റർ എന്നും എയും ബിയും നമ്മൾ ഓപ്പറാൻഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇൻറ്റിജർ ഓപ്പറാൻഡുകൾ മാത്രം, അതായത് നമുക്ക് റിയൽ നമ്പേഴ്സ് ഒന്നും യൂസ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഏതാണ്? നമുക്ക് അഡീഷന് പറ്റും, മൾട്ടിപ്ലിക്കേഷൻ പറ്റും, ഡിവിഷനും നമുക്ക് പറ്റും. പക്ഷേ നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മൊഡ്യൂളോ ഓപ്പറേറ്ററിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പറാൻഡുകൾ മസ്റ്റായിട്ടും എന്തായിരിക്കണം? ഇൻറ്റിജർ ആയിരിക്കണം. കാരണം മറ്റ് ഫ്ലോട്ടോ അല്ലെങ്കിൽ ഡബിളോ മറ്റ് ഡാറ്റ ടൈപ്പിലുള്ള ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റിജർ ഓപ്പറാൻഡുകൾ മാത്രമേ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. ഇൻ ആൻ എക്സ്പ്രഷൻ ഇൻവോൾവിങ് ഓർ ഓപ്പറേറ്റർ, ഒരു എക്സ്പ്രഷനകത്ത് ഇപ്പം നമ്മൾ ഒരു വലിയ എക്സ്പ്രഷൻ എഴുതുകയാണെന്ന് വിചാരിക്കുക, അതിനകത്ത് ഓർ ഓപ്പറേറ്റർ ഉണ്ട്. ഇപ്പം എന്താണ്? A>B, അതേപോലെ തന്നെ ഓർ, അതിൽ തന്നെ X<y, ഓർ, ഇങ്ങനെ ഓർ ഓപ്പറേറ്റർ വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഓർ ഓപ്പറേറ്റർ വരുന്ന എക്സ്പ്രഷൻ ഉണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ ഇവാലുവേഷൻ്റെ രീതിയെക്കുറിച്ച് പറയാം. വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ഇവാലുവേറ്റഡ് ടു ഫോൾസ്. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഇപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ്, ഇപ്പോൾ ഇതിനകത്ത് എത്ര കമ്പോണൻറ്റ് ഉണ്ട്? 3 കമ്പോണൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഫോൾസ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഫോൾസ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യത്തില്ല അല്ലേ? വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ്, കാര്യം നമുക്കറിയാം ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ട്രൂ കിട്ടുക എന്നുള്ള, ഏതെങ്കിലും ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടലി ട്രൂ ആയിട്ട് വരും, അതിൻ്റെ ഉത്തരം ട്രൂ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു ഫോൾസ് കണ്ടു എന്ന് വിചാരിച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അടുത്ത ട്രൂ ആണോ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തതല്ല. രണ്ടാമത്തത് വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഇവാലുവേറ്റ് ട്രൂ. അത് ശരിയാണ് അല്ലേ? എന്താണ്? ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ട്രൂ ആവുമ്പം അത് സ്റ്റോപ്പ് ചെയ്യും. കാര്യം എന്താണ്? നമുക്കറിയാം, ഒരു 100 കമ്പോണൻസ് ഓർ ഉപയോഗിച്ച് നമ്മൾ കമ്പൈൻ ചെയ്താലും ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓറിൻ്റെ പ്രത്യേകത എന്താണല്ലോ. അതേപോലെ ആൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു ഫോൾസ് ആയി കഴിഞ്ഞാൽ റിസൾട്ട് ഫുള്ള് ഫോൾസ്. അതുകൊണ്ട് ഒരു ഫോൾസ് കിട്ടിയാൽ പിന്നെ 99 ട്രൂ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫോൾസ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ട്രൂ ഓറിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കോമ്പിനേഷൻസും, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഫോൾസ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? വിൽ ബി സ്റ്റോപ്പ് ഇഫ് വൺ ഓഫ് ദ കമ്പോണൻറ്റ് ഇവാലുവേറ്റ്സ് ടു ട്രൂ. അപ്പം എന്താ? അത് ശരിയാണ്. അടുത്തത് ടേക്സ് പ്ലേസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, ടേക്സ് പ്ലേസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇവാലുവേഷൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 4ഉം. ഓക്കെ, 2ഉം 4ഉം. ഉത്തരം ഡി ആണ്. ആൻസർ ഏതാണ്? ഡി ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? എയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. എയുടെ വാല്യൂ ഇൻറ്റിജർ ആണ്. 3.5 + 4.5 അല്ലേ? 3.5. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആദ്യം ഈ കാൽക്കുലേഷൻ പൂർണ്ണമായിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ആയിരിക്കും എയിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നടക്കുമ്പോൾ 3.5 + 4.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 8 ആണ് ഉത്തരം അല്ലേ? 3 + 4 7. ഓക്കെ, 8 ആണ് ഉത്തരം. ഈ 8 എന്ന് പറയുന്ന ഉത്തരമായിരിക്കും എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇൻറ്റിജർ ആയതുകൊണ്ട് ഇനി ഇവിടെ 8 ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 9.5 എന്നോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 9 മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 8 ആണ്, 8.0 എന്ന് നമുക്ക് ഇങ്ങനെയാണ് പറയുന്നത്. 8.00 ആണ് ഇതിൻ്റെ ഉത്തരമെങ്കിൽ ഈ 8 ആയിരിക്കും ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. കാര്യം എന്താണ്? ഇൻറ്റിജർ ആയതുകൊണ്ട്. സോ ആൻസർ എന്താണ്? 8. ഇതാണ് ആൻസർ, സി. ഓക്കെ.
ഔട്ട്പുട്ട് ഓഫ് ദ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ വിത്ത് ഇൻറ്റിജർ ആൻഡ് റിയൽ നമ്പർ ഈസ് ഡാഷ് ബൈ ഡീഫോൾട്ട്. നമുക്കറിയാം ഇൻറ്റിജറും റിയൽ നമ്പറും, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സോ ഡബിളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ എന്തായിരിക്കും? ഡീഫോൾട്ടായിട്ട് റിയൽ നമ്പർ ആയിരിക്കും അല്ലേ? റിയൽ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ചെയ്യും അല്ലേ? എക്സ്പ്രഷൻ അല്ല, എന്താണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും അല്ലേ? എന്താണ് എക്സ്പ്ലിസിറ്റ് അല്ല, ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചെറിയ ഡാറ്റ ടൈപ്പിലുള്ളതിനെ വലിയ ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? റിയൽ നമ്പറിലായിരിക്കും. ഓക്കെ, given b is equal to 110, 110 and c is equal to 20, what is the value of a after execution of the expression a is equal to b is equal to c into is equal? അപ്പോൾ നമുക്കറിയാം ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ എൻ്റെ റൈറ്റിൽ നിന്നാണ് എക്സ്പ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. സോ ഇവിടെ ആദ്യം നടക്കുന്ന കാൽക്കുലേഷൻ ഇവിടെ ആയിരിക്കും c into is equal to 5. c into is equal to 5 എന്ന് വെച്ചാൽ c into എന്താണ് c അല്ലെ? c into 5 എന്നിട്ട് സിയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു. സോ വാല്യൂ ഓഫ് c is 20. 20 into 5 അല്ലെ? 20 into 5 എന്ന് വെച്ചാൽ 100. 100 എന്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു? സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ 100നെ തന്നെ ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ 100നെ തന്നെ എയിലേക്കും സ്റ്റോർ ചെയ്യുന്നു. സോ ഏത് പ്രിന്റ് ചെയ്താലും വാട്ട് വിൽ ദ വാല്യൂ ഓഫ് എ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ 100 ആയിരിക്കും അല്ലേ? 100 ആയിരിക്കും. ഓക്കെ, ഡിറ്റർമൈൻ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനകത്ത് ഔട്ട്പുട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റെ സി ഇസ് ഈക്വൽ ടു -2. ഇത് എററാണ് ഉണ്ടാക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പോസിബിൾ അല്ല. ഒരു കോൺസ്റ്റൻറ്റിനകത്ത് നമുക്ക് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഓപ്പറേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കോൺസ്റ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂവിനകത്ത് ഡയറക്റ്റ് നമുക്ക് പറ്റത്തില്ല. ഈ ഒരു വേരിയബിളിനകത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എററാണ് ഉണ്ടാകുന്നത്. ഡിറ്റർമൈൻ ഔട്ട്പുട്ട്. അടുത്ത വോയിഡ് മെയിൻ ഇൻ്റെ ഐ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഇവിടെ നോക്കുക, ഐയുടെ വാല്യൂ 10 ആണ്. ഐയുടെ വാല്യൂ 10 ആണ്. ഐ നോട്ട് ഐ ഗ്രേറ്റർ ദാൻ 14. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നോട്ട് ഐ എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയെ നോട്ട് ചെയ്യുക. ഐയെ നോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ 0 ആണ്. ഐയെ നോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ 0 ആണ്. ഐയെ നോട്ട് ചെയ്യുക, നോട്ട് ഐ, അതായത് നോട്ട് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിട്ട് മാറും. ഏതൊരു നമ്പറിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിട്ട് വരും. 0 നോട്ട് ചെയ്താൽ 1 ആയിട്ട് മാറും. അപ്പോൾ നോട്ട് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0. അപ്പോൾ ഇവിടെ ഈ വാല്യൂ, ഈ എക്സ്പ്രഷൻ നോക്കിയാൽ 0 ഗ്രേറ്റർ ദാൻ 14. 0 ഗ്രേറ്റർ ദാൻ 14 എന്ന് പറഞ്ഞാൽ ട്രൂ ആണോ? ഫോൾസ് ആണ്. ഫോൾസ് എന്ന് വെച്ചാൽ എന്താണ്? അതും 0 ആണ്. സോ എന്താണ്? ഐയിലേക്ക് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഈ എക്സ്പ്രഷൻ്റെ ഫൈനൽ റിസൾട്ട് ഫോൾസ് ആയതുകൊണ്ട് ഒരു ഇൻറ്റിജർ നമ്പർ 0 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും ഈ എക്സ്പ്രഷൻ റിസൾട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐയിലേക്ക് വന്ന് 0 സ്റ്റോർ ആവും. സോ ഐയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഐ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? 0 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ആർ കാറ്റഗറൈസ്ഡ് ആസ് ന്യൂമറിക് കോൺസ്റ്റന്റ്, ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഓക്കെ, അത് വേറെ ഏതോ നോട്ട് കയറി വന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പം ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. ഇൻ്റെ ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ 3 വേരിയബിൾസ്, 1 2 3 4 വേരിയബിൾ, 5 വേരിയബിൾസ് ഉണ്ട്. 4 വേരിയബിൾസിന് വാല്യൂ ഉണ്ട്, എയ്ക്ക് വാല്യൂ ഇല്ല. സോ ഇവിടെ പറയുന്നത്, ഇവിടെ നമുക്കൊന്ന് ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം. ബി ഗ്രേറ്റർ ദാൻ സി ആണോ? ബിയുടെ വാല്യൂ 15, സിയുടെ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ എന്താണ്? ഈ ഏരിയ ആണ്. ആ ഏരിയ എന്തിലേക്ക് പോകുന്നു? എയിലേക്ക് പോകുന്നു. ഇതാണല്ലോ ട്രൂ ബ്ലോക്ക് ആയിട്ടുള്ള 12 എവിടേക്ക് പോകുന്നു? എ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എത്രയായി? 12 ആയി. അപ്പോൾ എ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? 12 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം പലപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട്, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാറുണ്ട്, ഇത് കുറച്ച് പാടായിട്ടൊക്കെ തോന്നും. അതായത് ഇങ്ങനെ ഒരു പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഒരു ഇഫിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതി നോക്കാം. ഇതിൻ്റെ ഒരു ഇഫിലേക്ക് മാറ്റി എഴുതാമെങ്കിൽ, അതായത് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുന്നതിനെ നിങ്ങൾക്ക് ഇഫിലേക്ക് മാറ്റാം. ഇതിനെ ഈ ഒരു എക്സ്പ്രഷൻ ഇഫിലേക്ക് മാറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 12. എൽസിനകത്താണ് എന്ത് വരുന്നത്? എൽസ് ഇഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൽസിനകത്ത് എന്താണ്? എൽസ് ഇഫ് അല്ലെങ്കിൽ ഡി ഗ്രേറ്റർ ദാൻ ഇ ആണോ? ഇങ്ങനെ എഴുതാം. ഡി ഗ്രേറ്റർ ദാൻ ഇ ആണെങ്കിൽ എന്താണ്? എ ഈസ് ഈക്വൽ ടു 13 അല്ലേ? അല്ലെങ്കിൽ എൽസ് എ ഈസ് ഈക്വൽ ടു 14. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. എ ഈസ് ഈക്വൽ ടു 14. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിയിട്ടും ഇവാലുവേറ്റ് ചെയ്യാം. സോ നൗ ബി ഈസ് ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ള ട്രൂ ആയതുകൊണ്ട് ഈ 12 എന്ന് പറയുന്ന വാല്യൂ എയിലേക്ക് വരുന്നു. സോ ആൻസർ 12 ആണ്. ഓക്കെ, ആൻസർ 12 ആണ്.
വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു ഫംഗ്ഷന് ഇൻറ്റ് മെയിൻ. നമുക്ക് ഈ ഡിക്ലറേഷൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫംഗ്ഷൻ്റെ പേര് തന്നെ വേരിയബിൾ നെയിം ആക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഫംഗ്ഷൻ്റെ പേര് നമുക്ക് വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ്റെ പേര് മെയിനാണ്. ആ ഒരു പേരിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് പെട്ടെന്ന് നമുക്ക് എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊരു സംശയം ഉണ്ടാവും. എന്നാൽ എറർ ഒന്നും ഉണ്ടാകത്തില്ല. മെയിൻ്റെ വാല്യൂ 3 പ്രിൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, മെയിൻ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും. ഇവിടെ മറ്റ് എററുകളും കാര്യങ്ങളൊന്നുമില്ല, 3 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, what is the output of this program? If input A is 2 and B is 1. അപ്പം എയുടെയും ബിയുടെയും വാല്യൂ പറയുകയാണ്. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ 2ഉം അതേപോലെ തന്നെ എന്താണ് 1ഉം ആണെങ്കിൽ 2ഉം 1ഉം ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ ആദ്യം ഒരു സ്കാൻഎഫ് വർക്ക് ചെയ്യുന്നു. ആ സ്കാൻഎഫ് വർക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, എന്നിട്ട് പ്രിൻ്റ് എഫ് വർക്ക് ചെയ്യും. എന്താണ് ഈ സ്കാൻഎഫ് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വാല്യൂവിനെയാണ് സക്സസ്ഫുള്ളി റീഡ് ചെയ്യുന്നത്, ആ നമ്പർ ഓഫ് വാല്യൂസ്, ആ നമ്പർ ആയിരിക്കും ഈ സ്കാൻഎഫ് റിട്ടേൺ ചെയ്യുന്നത്. സ്കാൻഎഫിൻ്റെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. എത്ര വാല്യൂസ് ആണോ റീഡ് ചെയ്യുന്നത്, സക്സസ്ഫുള്ളി റീഡ് ചെയ്യുന്ന വാല്യൂസിൻ്റെ ആ നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 2ഉം 1ഉം എന്ത് ചെയ്യുന്നു, ഇവിടെ റീഡ് ചെയ്യുന്നു. 2ഉം 1 റീഡ് ചെയ്യുമ്പോൾ 2 പറയുന്ന വാല്യൂ അല്ലേ, 2 പറയുന്ന വാല്യൂ ആയിരിക്കും ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത്. സോ ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്, 2 പറയുന്നതായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ആൻസർ 2. പറഞ്ഞാൽ മനസ്സിലായോ? വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്. അടുത്ത പ്രിൻ്റ് എഫും ഇതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യുമ്പം എത്ര ക്യാരക്ടേഴ്സ് ആണോ ഒരു പ്രിൻ്റ് എഫിനകത്ത് പ്രിൻറ്റ് ചെയ്യപ്പെടുന്നത്, ആ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പ്രിൻ്റ് എഫിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ ഇവിടെ ഐയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന എത്ര ആയിരിക്കും, ഇവിടെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. 14 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഐയിലേക്ക് വരുന്നത്. I = 14. I = 14 ആണല്ലോ. ഇനി ഐയുടെ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യാണ്. ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഐയുടെ വാല്യൂ 14. ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് എത്രയാണ്, 14. 14 എന്ന് പറയുമ്പോൾ എത്ര ക്യാരക്ടർ ഉണ്ട്, 2 ക്യാരക്ടർ. സോ ഈ 14 പ്രിൻറ്റ് ചെയ്യുമ്പോൾ 14 എന്ന് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്, 2 ക്യാരക്ടർ അല്ലേ. 14-നകത്ത് 2 ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളത്. സോ ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറും, 2 ആയിട്ട് മാറും. ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറും, 2 ആയിട്ട് മാറും. എന്നിട്ട് പ്രിൻറ്റ്, അപ്പം ഇത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ലെറ്റ്സ് ഫൈൻഡ് കോഴ്സ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ആയിട്ടുള്ള 14 പ്രിൻറ്റ് ചെയ്യുന്നു. 14 പ്രിൻറ്റ് ചെയ്തിട്ട് എന്ത് റിട്ടേൺ ചെയ്യുന്നു, ഐയിലേക്ക് പിന്നെ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, 2 ആയിരിക്കും. ആ 2ഉം പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ലെറ്റ്സ് ഫൈൻഡ് കോഴ്സും 14ഉം 2ഉം. ലെറ്റ്സ് ഫൈൻഡ് കോഴ്സ് 14 2. അതാണ്ട് ബി ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇതെല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ പിന്നെ റിട്ടേൺ ചെയ്യുന്നതിൽ ലാസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ I = ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അത് താഴത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നേരെ എഴുതിയാലും എററൊന്നും ഉണ്ടാകത്തില്ല. ഐയിലേക്ക് 1 ആണോ 2 ആണോ 3 ആണോ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, എന്താണ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്താണെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് കിടക്കുന്ന വാല്യൂ ആയിരിക്കും ബ്രാക്കറ്റിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഒരു കോമ ഓപ്പറേറ്റർ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത്. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെയാണ് ഈ ചോദ്യം കിടക്കുന്നത്. ബ്രാക്കറ്റ് ഒന്നും ഇല്ലാതെ കിടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും ഐയിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നത്, ഐയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ ഫസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 1 ആയിരിക്കും ഐയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മറ്റൊന്നും തന്നെ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അത് അവിടെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ 1 ഐയിലേക്ക് അസ്യൂം ചെയ്തതിന് ശേഷം, അല്ലെ അസൈൻ ചെയ്തതിന് ശേഷം, അസൈൻ ചെയ്തതിന് ശേഷം അവിടെ 2ഉം 3ഉം അവിടെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അതിനുശേഷം എന്താണ്, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യുന്നത്. സോ A = 1. അപ്പോൾ എന്താണ്, എ ആണ് ഉത്തരം. ഓക്കെ, ഇൻ എക്സ്പ്രഷൻ എന്താണ്, ഇവിടെ 2 ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. 2 ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിനെ സം ചെയ്ത് സ്റ്റോർ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ഡിപ്പെൻസ്, ഏത് ഫംഗ്ഷൻ ആയിരിക്കും ഇതിനകത്ത് ആദ്യം കോൾ ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. G ആയിരിക്കും, F ആയിരിക്കും? അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതൊരു കമ്പൈലർ ഡിപ്പെൻഡൻ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് മറ്റൊന്നും തന്നെ ഇവിടെ അസോസിയേറ്റിവിറ്റി ഓഫ് ബ്രാക്കറ്റ് ഓപ്പറേറ്റർ ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രിസിഡൻസ് ഓഫ് ബ്രാക്കറ്റ് ആൻഡ് പ്ലസ് ഓപ്പറേറ്റർ പറ്റത്തില്ല. ലെഫ്റ്റ് ടു റൈറ്റ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. റൈറ്റ് ഓഫ് ദ എക്സ്പ്രഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കമ്പൈലർ ഡിപ്പെൻഡൻ്റ് ആണ്. അത് പല സമയത്തും പല രീതിയിലായിരിക്കും ഓരോ കമ്പൈലറും കോൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ചിലപ്പം രണ്ടാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്തതിന് ശേഷമായിരിക്കും ആദ്യത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അതൊരു കമ്പൈലർ ഡിപ്പെൻഡൻ്റ് മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്? ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം. ഇവിടെ കുറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ABCD, എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ. സിയുടെ വാല്യൂ എന്തായിരിക്കും, എയുടെ വാല്യൂ ആയിരിക്കും സിയിലേക്ക് വരുന്നത്. സോ സിയുടെ വാല്യൂ = 3. സിയുടെ വാല്യൂ 3 ആയിരിക്കും. ഇനി ഡിയുടെ വാല്യൂ എന്താണ്,
ബിയുടെ വാല്യൂ അതായത് ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ബിയുടെ വാല്യൂ ഡിയിലേക്ക് വരുമ്പോൾ 5 എന്ന് വരും അല്ലേ. പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 3 പ്രിൻറ്റ് ചെയ്യുന്നു, ഡിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ 5 പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിയുടെ വാല്യൂ സിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സിയും ഡിയും. ഓക്കെ, സി ഈസ് ഈക്വൽ ടു 3 എന്നും അതുപോലെ ഡി ഈസ് ഈക്വൽ ടു 5 എന്നും പ്രിൻറ്റ് ചെയ്യും. സി ഈസ് ഈക്വൽ ടു 3, ഡി ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ആൻസർ ബി ആണ്. സി ഈസ് ഈക്വൽ ടു സിയുടെ വാല്യൂ 3, ഡി ഈസ് ഈക്വൽ ടു ഡിയുടെ വാല്യൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, വാട്ട് ഈസ് ഔട്ട്പുട്ട് ഓഫ് ദ സി കോഡ്? ഈ തന്നിരിക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് പലപ്പോഴും നോക്കിയേ, ഫ്ലോട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0.1. നമ്മൾ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 0.1 സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ ഒരിക്കലും ട്രൂ ആവത്തില്ല. കമ്പാരിസൺ ഓപ്പറേറ്റർ ട്രൂ ആയിട്ട് വരണമെങ്കിൽ എന്താ, രണ്ട് വാല്യൂ എക്സാക്ട്ലി ഈക്വൽ ആവണം. യഥാർത്ഥത്തിൽ നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചത് 0.1 ആണെങ്കിലും 0.1 ആണ് സ്റ്റോർ ചെയ്തെങ്കിലും മെമ്മറിയിലേക്ക് ചെല്ലുന്നത് 0.1. അത് കഴിഞ്ഞ് കുറേ പ്രിസിഷൻസ് വാല്യൂസ് ഉണ്ടാവും. ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അതായത് ബിറ്റ്സ് എത്രയാണോ ഫ്ലോട്ടിൻ്റെ ബിറ്റ് ഓരോ കമ്പൈലർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്നാലും 4 ബൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. കോമൺ ആയിട്ട് 4 ബൈറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂ ആയിരിക്കും എവിടേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ഈ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പാരിസൺ ഒരിക്കലും ട്രൂ ആയിട്ട് വരത്തില്ല. ഈ കമ്പാരിസൺ ഒരിക്കലും ട്രൂ ആയിട്ട് വരാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, അഡ്വാൻസ് സി ക്ലാസ് എന്ന് പ്രിൻറ്റ് ചെയ്യും. അഡ്വാൻസ് സി ക്ലാസ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതായിരിക്കും ഇതിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു സെറ്റ് ചോദ്യമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.